إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വരാനിരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കകം വിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നാം ഓരോരുത്തരും. ഈ മാസത്തിൽ ധാരാളം ഇബാദത്തുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നേറുന്നവരാണ്, അതല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ഘട്ടങ്ങളിൽ നോമ്പുകാർക്ക് സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് സംഭവിക്കാവുന്ന ചില വീഴ്ചകൾ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാം. അതിലൊന്നാമത്തേത് അദമു ഇസ്തിശ്ആരി ഫദ്ലി ശഹ്രി റമദാൻ. റമദാൻ മാസത്തെക്കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതിന്റെ മഹത്വത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല എന്നുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്? ആ മാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ മാസത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ ഏതൊക്കെയാണ്? എന്നിങ്ങനെ തുടങ്ങി റമദാനുമായി ബന്ധപ്പെട്ട, നോമ്പുമായി ബന്ധപ്പെട്ട ധാരാളം മഹത്വങ്ങൾ, ശ്രേഷ്ഠതകളുണ്ട്. അതൊന്നും പഠിക്കാതെ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ലാതെ കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവനുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അവനിലേക്ക് കടന്നു വരുന്ന ആ റമദാനിനെ കുറിച്ച് നന്നായി പഠിക്കുകയും അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും അവൻ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. ചില ആളുകൾ അവർ റമദാനിനെ കാണുന്നത് ഭക്ഷണത്തിന്റെയും അതുപോലെ തീറ്റയുടെയും കുടിയുടെയും മാസമായി റമദാനിനെ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് റമദാൻ എന്ന് പറയുന്നത് അതൊരു വിശ്രമത്തിന്റെയും ഉറക്കത്തിന്റെയും മാസമാണ്. മറ്റു ചിലരാകട്ടെ അവർക്ക് ഒരു ആഘോഷങ്ങളുടെ പ്രതീതിയാണ്. രാത്രിയായാൽ ഭക്ഷണം കഴിക്കുക, നേരം പുലരുവോളം ഉറക്കമൊഴിച്ച് തിന്നും കുടിച്ചും അങ്ങനെ രസിച്ച് നടക്കുക എന്നുള്ള ഒരു ആഘോഷത്തിന്റെ പ്രതീതിയാണ് മറ്റു ചിലരിൽ കാണുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, അവർ ഈ മാസത്തെ വളരെ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി അവർ കണ്ടിരുന്നു. റമദാനിന്റെ 6 മാസം മുൻപ് തന്നെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ റമദാൻ നമ്മിലേക്ക് ഒന്നെത്തിച്ചു നൽകുവാനും ആ റമദാനിൽ ആഫിയത്തോടുകൂടി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നതായി അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റമദാനിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ പവിത്രതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വീഴ്ചയായി പണ്ഡിതന്മാർ പറയുന്നു ഇഹ്മാലു തഅല്ലുമി അഹ്കാമി ശഹ്രി റമദാൻ. റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ, അതിലെ മതവിധികൾ അത് പഠിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് തീരെ ഗൗനിക്കാതിരിക്കുക എന്നുള്ളതും ധാരാളം ആളുകളിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു വീഴ്ചയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ, അതിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തെ കാര്യമാണ് സൗമു റമദാൻ എന്ന് പറയുന്നത്. മുസ്ലിമായ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവന്റെ മേൽ നോമ്പ് നിർബന്ധമാകുന്നതാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അവൻ അനുഷ്ഠിക്കൽ നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ, അതിനെക്കുറിച്ച് പഠിക്കലും അവന്റെ മേൽ നിർബന്ധമാണ്. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവർ സക്കാത്തിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനിലെ നോമ്പ് നിർബന്ധമുള്ള ആളുകൾ ആ നോമ്പിന്റെ റുക്നുകൾ, ആ നോമ്പിന്റെ ശർത്തുകൾ, നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം വ്യക്തമായി അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, മുസ്ലിമായ ഓരോ വ്യക്തിയുടെ മേലും ഇൽമ് അന്വേഷിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ഞാൻ അനുഷ്ഠിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കലും
എന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഹജ്ജ് നിർബന്ധമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഹജ്ജിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് ഓരോ ഇബാദത്തുകളുടെ കാര്യവും. ഇനി നിനക്കറിയില്ലെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യം അറിവുള്ളവരോടും ദീനിനെ കുറിച്ച് പഠിച്ചവരോടും ഇൽമുള്ള ആളുകളോടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൽമിന്റെ മാർഗങ്ങൾ അത് നമ്മുടെ മുൻപിൽ ഇന്ന് വളരെ എളുപ്പമാണ്, വിശാലമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ദീനിന്റെ ഓരോ ഹുക്മുകളും നമുക്ക് അതിൻ്റെതായ സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ റമദാനുകൾ കടന്നുപോയിട്ടുണ്ട്. നാം ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തുക. റമദാനിലെ ഓരോ ഹുക്മുകളും നോമ്പുമായി ബന്ധപ്പെട്ട ഓരോ ആദാബുകളും മര്യാദകളും ഞാൻ പഠിച്ചിട്ടുണ്ടോ? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതെന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാനിലേക്ക് പ്രവേശിക്കാൻ ഇനിയും 4-5 ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് പഠിക്കുക. നോമ്പിനെ കുറിച്ച് വ്യക്തമായ അറിവോടുകൂടിയായിരിക്കണം നാം ആ ഇബാദത്ത് നിർവഹിക്കേണ്ടതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു, ഖുതൂറത്തു തഅമ്മുദി ഇഫ്താരി യൗമിൻ ഫീ റമളാന ബിഗൈരി ഉദ്രിൻ. ഒരാൾ റമളാനിന്റെ പകലിൽ യാതൊരു കാരണവുമില്ലാതെ മനഃപൂർവ്വം കരുതിക്കൂട്ടി നോമ്പ് മുറിക്കുക എന്നുള്ളത് അത് വലിയ പാപമാണ്. വൻ പാപമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊലപാതകം പോലെ, വ്യഭിചാരം പോലെ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണിയതായി കാണാം റമളാനിന്റെ പകലിൽ ഒരാൾ കരുതിക്കൂട്ടി നോമ്പ് മുറിക്കുക എന്നുള്ളത്. നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് അത് അല്ലാഹു നമുക്ക് എളുപ്പമാക്കി നൽകിയിട്ടുണ്ട്. മാസം മുഴുവൻ, വർഷം മുഴുവൻ നോമ്പെടുക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. മറിച്ച് റമളാനിന്റെ പകലിൽ കേവലം ചില മണിക്കൂറുകൾ മാത്രമാണ് അല്ലാഹു നിന്റെ മേലിൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാഹു നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. നമ്മെ ഞെരുക്കുവാനോ നമ്മെ വരിഞ്ഞു മുറുക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ റമളാനിന്റെ പകലിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് റമളാനിന്റെ പകലിൽ അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ട്. രോഗികളായ ആളുകൾ, യാത്രക്കാരായ ആളുകൾ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികൾ, ഇവർക്കെല്ലാം റമളാനിന്റെ പകലിൽ നോമ്പ് മുറിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യമുണ്ടായിട്ടും നോമ്പ് നോൽക്കാൻ കഴിവുണ്ടായിട്ടും ആ നോമ്പ് നോറ്റിട്ടും നോമ്പിന്റെ പകലിൽ മനഃപൂർവ്വം നോമ്പ് മുറിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന പ്രായപൂർത്തിയായ നമ്മുടെ മക്കൾ അവർ കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക് നോമ്പെടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ അവരുടെ കൂട്ടുകാരോടൊപ്പം അവർ നോമ്പ് മുറിക്കാറുണ്ട്. അത് നമ്മൾ ആരും അറിയാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മക്കളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. റമളാനിന്റെ പകലിൽ മനഃപൂർവ്വം നോമ്പ് മുറിക്കുന്ന ആളുകളുണ്ട്. ദൂരെയുള്ള നാടുകളിലേക്ക് പോയി അവിടെ പോയി നോമ്പ് മുറിക്കുകയും നാട്ടുകാരുടെ മുൻപിൽ, വീട്ടുകാരുടെ മുൻപിൽ നോമ്പുകാരനായി ചമയുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ കരുതിയിരിക്കുന്നത് അല്ലാഹു കാണുന്നില്ല എന്നാണ്. അതല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമായി തൗബ ചെയ്തിട്ട് വീണ്ടും നോമ്പെടുക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. എത്രയെത്ര ആളുകളാണ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നതും എന്ന ബോധമൊന്നും അത്തരക്കാരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. നാലാമതായി പണ്ഡിതന്മാർ പറയുന്നു, അത്തസാഹുലു ഫിൽ മആസി ഫി റമളാൻ. റമളാനിന്റെ പകലിൽ തിന്മകളിൽ മുഴുകുന്ന ആളുകളുണ്ട്. നോമ്പ് മുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴും ആ നോമ്പിന്റെ പ്രതിഫലത്തെ, അതിനെ മുഴുവനായും തകർച്ചു കളയുന്ന ആ നോമ്പിന്റെ പ്രതിഫലത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ധാരാളം തിന്മകളിൽ മുഴുകുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യദഅ ഖൗല സൂരി വല അമല ബിഹി. ആരെങ്കിലും മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും അവൻ ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് റമളാനിന്റെ പകലിൽ മോശമായ വർത്തമാനങ്ങൾ, മോശമായ സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ അതൊന്നും ഒഴിവാക്കാതെ നീ കേവലം പട്ടിണി കിടന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ലഭിച്ചത് കേവലം പട്ടിണി മാത്രമാണ് എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. സലഫുകൾ പറഞ്ഞു, അഹ്വനു സിയാമി തർക്കു ത്വആമി വശറാബ്. നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് അത് അന്നപാനീയങ്ങൾ, ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു 12 മണിക്കൂർ, ഒരു 13 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നോമ്പെന്ന് പറയുന്നത് അതങ്ങനെയാകാൻ പാടില്ല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകിയ വസിയ്യത്ത് നമുക്ക് കാണാം, ഇദാ സുംത ഫലിയസും സമഉക വബസറുക. നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും അഥവാ നിന്റെ കണ്ണിനും നിന്റെ കാതിനുമൊക്കെ നോമ്പുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വലിസാനുക അനിൽ കദിബി വൽ മഹാരിം. നിന്റെ നാവിന് നോമ്പുണ്ടായിരിക്കണം. കളവ് പറയാൻ പാടില്ല. ഹറാമുകൾ, മ്ലേച്ഛതകൾ, ഗീബത്തുകൾ, നമീമത്തുകൾ ഇതൊന്നും നിന്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലിയകുൻ അലൈക വഖാറുൻ വസകീനതുൻ യൗമ സൗമിക. നിന്റെ നോമ്പുള്ള ദിവസം നിനക്ക് ആ നോമ്പിനോടുള്ള ബഹുമാനവും ആദരവും നിനക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ
തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാ. നിന്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാകാൻ പാടില്ല. നോമ്പുള്ള ദിവസത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അവൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു എന്നതല്ലാതെ അവന്റെ സംസാരത്തിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ ഒരു മാറ്റവും കാണുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അവന് അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, ഖുതൂറത്തുൻ നൗമി അനിസ്സലാത്ത്. നോമ്പ് നോറ്റിട്ടും റമദാൻ മാസമായിട്ടും നമസ്കരിക്കാത്ത ആളുകളുണ്ട്. തീരെ നമസ്കാരവുമായി ബന്ധമില്ലാത്ത ആളുകളുണ്ട്. റമദാനിന്റെ പകലിൽ മുഴുവൻ ഉറങ്ങിച്ചേർക്കുന്ന ആളുകളാണ്. റമദാനിൽ അവർക്ക് സുബഹ് നമസ്കാരമില്ല. സുബഹ് ജമാഅത്തായി നമസ്കരിക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ ളുഹറും അസറും ഒക്കെ ഉറങ്ങിച്ചേർക്കുന്ന ആളുകൾ, അതിന്റെ സമയത്ത് നിർവഹിക്കാത്ത ആളുകളുണ്ട്. അത് വലിയ പാപമായി ചിന്മയായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فخلف من بعدهم خلف. അമ്പിയാക്കന്മാർക്ക് ശേഷം അതിനുശേഷം വന്ന ചില ആളുകളുടെ തലമുറയുണ്ട്. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ നമസ്കാരങ്ങളെ പാഴാക്കിയ ആളുകളാണ്. അതുപോലെ അവരുടെ ദേഹേച്ഛയെ അവർ പിന്തുടരുന്നവരാണ്. അവർക്ക് നാളെ നരകത്തിൽ എന്ന് പറയുന്ന താഴ്വര അവർക്ക് കണ്ടെത്തുന്നതാണ്. അവരവിടെ പ്രവേശിക്കപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, അകാനു താരികീന ലഹ. അവർ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അവർ നമസ്കാരം ഒഴിവാക്കിയത് കൊണ്ടാണോ? മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ തറകൂഹാ ലകഫറു. അവർ നമസ്കാരം ഒഴിവാക്കിയവരാണെങ്കിൽ അവർ കാഫിറുകളാകുമായിരുന്നു. വ ഇന്നമാ കാനൂ യുഅഖിറൂന الصلاة عن وقتها. അവർ നമസ്കാരത്തെ അതിന്റെ സമയങ്ങളിൽ നിന്നും യാതൊരു കാരണവുമില്ലാതെ, ദീനിൽ അനുവദിക്കപ്പെട്ട കാരണങ്ങളൊന്നും കൂടാതെ അതിനെ മനഃപൂർവ്വം പിന്തിപ്പിച്ചവരാണ്, വൈകിപ്പിച്ചവരാണ്. അതാണ് അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടാനുണ്ടായ കാരണമെന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് റമദാനിൽ അത്താഴം കഴിച്ചിട്ട് സുബഹ് നമസ്കരിക്കാതെ ഉറങ്ങുന്നവരുണ്ട്. അതുപോലെ റമദാനിൽ അസറും ളുഹറും ഒന്നും നമസ്കരിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള സ്വഭാവം നമ്മിലേക്ക് കടന്നു വരാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൂന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറ സ്വലാത്തി. അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും ഒരു കർമ്മം ഒഴിവാക്കിയാൽ, ഏതെങ്കിലും ഒരു ഇബാദത്ത് ഒഴിവാക്കിയാൽ കുഫ്റാകുമെന്നുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമായിരുന്നു എന്നും ആ വിഷയത്തിൽ സഹാബികൾ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ് എന്നും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അത് കുഫ്റാകുന്ന കാര്യമാണ് എന്ന വിഷയത്തിൽ സഹാബികൾക്കിടയിൽ രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുകൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, നമസ്കരിക്കാത്തവൻ, തീരെ നമസ്കാരമില്ലാത്തവൻ, അത്തരത്തിലുള്ള ആളുകൾ അവർ റമദാനിൽ നോമ്പെടുത്തത് കൊണ്ട് കാര്യമില്ല. നമസ്കരിക്കാത്തവൻ അവൻ ജൂതനെ പോലെയാണ്, അവൻ ക്രൈസ്തവനെ പോലെയാണ്. ജൂതനും ക്രൈസ്തവനും അവരൊന്നും നോമ്പെടുത്തത് കൊണ്ട് യാതൊരു നേട്ടവുമില്ല. അതുപോലെ തന്നെയാണ് നമസ്കരിക്കാത്തവനും. അതുകൊണ്ട് നമസ്കരിക്കാത്ത ആളുകളോടും ആദ്യമായി നമുക്ക് പറയാനുള്ളത്, അവൻ തൗബ ചെയ്ത് നമസ്കാരത്തിലേക്ക് വരികയാണ് വേണ്ടതും. പിന്നീടാണ് അവൻ നോമ്പിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നും മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. നോമ്പുകാർക്ക് സംഭവിക്കുന്ന അടുത്ത വീഴ്ചയായി പണ്ഡിതന്മാർ പറയുന്നു, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അവർക്ക് മഗ്രിബിന്റെ നമസ്കാരം അതിന്റെ സമയത്ത് നിന്നും അവർ അങ്ങേയറ്റം വൈകിപ്പിക്കുന്നതായി കാണാം. സ്ത്രീകൾ ഈ വിഷയം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പെടുക്കുവാനും അതുപോലെ നോമ്പ് തുറക്കുവാനും ഭക്ഷണങ്ങൾ പാകം ചെയ്യുക, ആ ഭക്ഷണങ്ങൾ തയ്യാറാക്കി വെക്കുക, ഒരുക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ പക്കൽ അങ്ങേയറ്റം പുണ്യം കിട്ടുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഫർദ് നമസ്കാരങ്ങൾക്കും അത് തടസ്സമാകാൻ പാടില്ല, നമ്മുടെ ഇബാദത്തുകൾക്കും അത് തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ട് മഗ്രിബിന്റെ ജമാഅത്ത്, മഗ്രിബിന്റെ നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുവാൻ സ്ത്രീകളായ ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അമിതമായ ഭക്ഷണ രീതി അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. റമദാനിൽ സാധാരണയായി ഭക്ഷണത്തിന്റെ അളവ് കുറയേണ്ട മാസമാണ് റമദാൻ എന്ന് പറയുന്ന മാസം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ അതല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഭക്ഷണത്തിന്റെ ചിലവ് കൂടുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. ആളുകൾ ആവശ്യത്തിലധികമായി അവർ ഭക്ഷണം കഴിക്കുകയാണ്, ആവശ്യമില്ലാതെ അവർ ധാരാളമായി കഴിക്കുകയാണ്. ധാരാളം ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ധാരാളമായി വെള്ളം കുടിക്കേണ്ടി വരും. ധാരാളമായി വെള്ളം കുടിക്കേണ്ടി വരുന്നവർ അവർക്ക് ധാരാളമായി വിശ്രമം ആവശ്യമായി വരും. അങ്ങനെ ധാരാളം സമയം തിന്നും കുടിച്ചും വിശ്രമിച്ചും ഈ ദിനരാത്രങ്ങളെ അത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സ്വഭാവം നമ്മിലേക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറഞ്ഞതായി കാണാം, ജമഅ അല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
വൈദ്യശാസ്ത്രത്തെ മുഴുവൻ ഒരു ആയത്തിന്റെ പകുതിയിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഏതാണ് ആയത്ത്? വകുലു വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങൾ അമിതവയം കാണിക്കാൻ പാടില്ല, നിങ്ങൾ അമിതമാക്കരുത്. ഭക്ഷണം അമിതമായതിന്റെ പേരിലാണ് പല ആളുകളും ഇന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രമാണ് നാം നൽകേണ്ടത്. അതിനപ്പുറമായാൽ അത് പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മിലേക്ക് ഉണ്ടാക്കുമെന്ന് സലഫുകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്ത വീഴ്ചയായി പണ്ഡിതന്മാർ പറയുന്നു, പുരുഷന്മാരായ ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഗ്രിബിന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്ന അവസ്ഥ പല ആളുകളിലും കണ്ടുവരാറുണ്ട്. പുരുഷന്മാരായ ആളുകൾ, ചില ആളുകൾ റമദാനിൽ മഗ്രിബിന് പള്ളിയിൽ പോകാറില്ല. അവർ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന് വീട്ടിൽ തന്നെ ജമാഅത്ത് നമസ്കരിക്കുന്നവരുണ്ട്. അതൊരിക്കലും ശരിയായ രീതിയല്ല. മറിച്ച് ബാങ്ക് കേൾക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത് പുരുഷന്മാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ ജമാഅത്തുകൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. നോമ്പ് തുറന്ന് അല്പമൊക്കെ കഴിച്ചതിന് ശേഷം ജമാഅത്തിന്റെ തക്ബീർ, ഒന്നാമത്തെ തക്ബീർ ലഭിക്കുന്ന രൂപത്തിൽ നാം പള്ളിയിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ഒരു കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, റമദാനിൽ പള്ളികൾ സജീവമായതുപോലെ റമദാനിന് ശേഷവും പള്ളികൾ സജീവമാകേണ്ടതുണ്ട്. റമദാനിന്റെ സുബഹിക്ക് ധാരാളം ആളുകളുണ്ട്. റമദാനിൽ തറാവീഹ് നമസ്കരിക്കാൻ പള്ളികളിൽ ധാരാളം ആളുകളുണ്ട്. മറ്റ് ജമാഅത്തിനൊക്കെ ധാരാളം ആളുകളുണ്ട്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് റമദാനിൽ മാത്രമാണ് ജമാഅത്ത് നമസ്കാരമുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്ത് നമസ്കാരം, അവർ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ജമാഅത്തിന് സന്നിഹിതരാവുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. റമദാൻ കഴിഞ്ഞാലും ഈ ഒരു രീതി നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അത്താഴം അത് രാത്രി നേരത്തെ കഴിക്കുക എന്നുള്ളത്, അത്താഴം നേരത്തെ കഴിക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാലും അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നമുക്ക് കാണാം. അവിടുന്ന് ഹദീസുകളിൽ കാണാം, തസഹർന മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിക്കുകയുണ്ടായി. സുമ്മ ഖാമ ഇല സ്വലാ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. ഖുൽതു, ആ സമയത്ത് സഹാബികൾ അവർ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കം കാന ബൈനൽ അദാനി വസ്സഹൂർ, അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടാകുമായിരുന്നു? അദ്ദേഹം പറയുന്നു, ഖദ്റു 50 ആയ, 50 ആയത്ത് ഓതാനുള്ള സമയം മാത്രമേ അവിടെ അവശേഷിക്കാറുള്ളൂ. അത്രയും അത്താഴത്തെ ആ ബാങ്കിനോട് അടുത്തേക്ക് നാം വൈകിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു സുന്നത്ത് നാം നടപ്പിലാക്കേണ്ടതുണ്ട്. അത്താഴം കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബറക്കത്തുകൾ നാം മുൻകഴിഞ്ഞ ഖുത്ബകളിൽ നാം അത് സൂചിപ്പിച്ചിരുന്നു. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, റമദാനിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ വലിയ ഉന്മേഷവും ആവേശവും ഒക്കെ ഉണ്ടാകും. പിന്നീട് ദുർബലമായി റമദാനിന്റെ അവസാനമാകുമ്പോഴേക്കും യാതൊരു ഇബാദത്തുകളുമില്ലാതെ കേവലം പട്ടിണി കിടക്കുന്ന ആളുകളായി തീരുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള അവസ്ഥ നമ്മിലേക്ക് കടന്നു വരാൻ പാടില്ല. ആദ്യമൊക്കെ ഖുർആൻ ഓതിയിരുന്ന ആളുകൾ, ആദ്യമൊക്കെ തറാവീഹിന് കൃത്യമായി പങ്കെടുത്ത ആളുകൾ, അവരെ പിന്നീട് കാണുന്നില്ല. അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും പീഡിക വരാന്തകളിലും ഇരുന്ന് അവരങ്ങനെ സമയം കളയുകയാണ്. മൊബൈൽ ഫോണുകളിലായി കളികളിലും വിനോദങ്ങളിലുമായി റമദാനിന്റെ രാപ്പകലുകളെ അവർ നശിപ്പിക്കുകയാണ്. ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരാൻ പാടില്ല. റമദാൻ കടന്നു വരുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരിക്കണം നാം റമദാനിനെ വരവേൽക്കേണ്ടതും. അതുകൊണ്ട് ഇത്ര ദിവസം ഞാൻ ഇന്ന സൂറത്തുകളൊക്കെ ഓതിച്ചേർക്കുമെന്ന കൃത്യമായ ഒരു ഉറച്ച തീരുമാനം നമ്മിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് അമലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായത്, ഇഷ്ടമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, യാ അയ്യുഹന്നാസ് ഖുദൂ മിനൽ അഅമാലി മാ തുതീഖൂൻ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുന്ന അമലുകൾ, നിങ്ങളുടെ കഴിവിന് ഉതകുന്ന അമലുകൾ അത് നിങ്ങൾ ചെയ്തു കൊള്ളുക, അത് നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് റമദാനിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ തന്നെ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും നമ്മൾ കുറച്ചായി പിന്നീട് അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആദ്യമൊക്കെ റമദാനിൽ മുന്നോട്ട് വരികയും പിന്നീട് അതെല്ലാം ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് നാം ആയിത്തീരാൻ പാടില്ല. അതുപോലെ തന്നെ റമദാനിൽ സംഭവിക്കാവുന്ന മറ്റൊരു വീഴ്ചയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, ഇമാമിന്റെ കൂടെ തറാവീഹ് നമസ്കരിക്കാതെ പിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. തറാവീഹ് നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നവർ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഇമാമിന്റെ കൂടെ നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ, ആരെങ്കിലും ഒരു ഇമാമിന്റെ കൂടെ മുഴുവനായും നമസ്കരിക്കുകയാണെങ്കിൽ അവനെ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തറാവീഹ് നമസ്കരിക്കുന്ന ആളുകൾ അതിന്റെ പകുതി വെച്ച്
നിർത്തിപ്പോകരുത്. ഇനി വല്ല ശാരീരികമായ അസ്വസ്ഥതകളോ മറ്റൊക്കെയാണെങ്കിൽ അവർക്ക് പോകാവുന്നതാണ്. അതല്ല എങ്കിൽ നാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയും ധാരാളം പ്രതിഫലങ്ങൾ അതുവഴി നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ തറാവീഹിന്റെ സമയങ്ങളിലും നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ്? പല ആളുകളും ഭക്ഷണത്തിന്റെ പിറകിലാണ്. ഓരോ റമദാനിലും പുതിയ പുതിയ വിഭവങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങളിൽ അത് ലോഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ആളുകൾ അവിടേക്ക് അത് അന്വേഷിച്ച് പോവുകയാണ്. തറാവീഹ് നമസ്കരിക്കേണ്ടതിന് പകരം ഭക്ഷണത്തിന് പിന്നാലെയാണ് പല ആളുകളും പോകുന്നത്. അതെടുക്കുകയും അത് വീഡിയോ ആയി ചിത്രീകരിക്കുകയും അത് സ്റ്റാറ്റസുകളും റീലുകളുമായി മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വളരെ ദുരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കുക, ആ പ്രതിഫലം നമ്മൾ വാരിക്കൂട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ധാരാളമായി നന്മകളിൽ മുന്നേറുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയുള്ള കാര്യമാണ്. ആ നമസ്കാരം അത് നിർവഹിക്കുമ്പോൾ വളരെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും നാം അത് നിർവഹിക്കേണ്ടതുണ്ട്. ചില പള്ളികളിലൊക്കെ കണ്ടുവരുന്നത് പോലെ അരമണിക്കൂർ കൊണ്ട് നമസ്കാരം തീർക്കണമെന്ന് അവർ വാശി പിടിക്കുകയും അതല്ലെങ്കിൽ അവർ ആ സമയം നിശ്ചയിക്കുകയും എന്നിട്ട് അതിനുവേണ്ടി നമസ്കാരത്തിൽ യാതൊരു തുമഈനത്തുമില്ലാതെ നമസ്കരിക്കുന്ന എന്തൊക്കെയോ ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള നമസ്കാരക്കാരിൽ നാം ഉൾപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞതായി കാണാം, ഹത്താ തത്മഇന്ന റാകിഅ ഹത്താ തത്മഇന്ന സാജിദ ഹത്താ തത്മഇന്ന ഖായിമ. നിൽക്കുമ്പോഴും റുകൂഇലും സുജൂദിലുമെല്ലാം അടക്കവും ഒതുക്കവും വേണം. അങ്ങനെ സാവകാശം ആ റുകൂഇലും സുജൂദിലുമൊക്കെ നിന്റെ അവയവങ്ങൾ അവിടെ എത്തുകയും നിനക്കവിടെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലാനുള്ള സമയവുമൊക്കെ നീ നൽകേണ്ടതുണ്ട്. അങ്ങനെ അടക്കത്തോടു കൂടിയായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ തുമഈനത്തില്ലാതെ സുജൂദും റുകൂഉം ഒന്നും പൂർത്തീകരിക്കാതെ നമസ്കരിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള നമസ്കാരക്കാർ അവരുടെ നമസ്കാരം ശരിയല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റമദാനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ അവർ റമദാനിനെ മറ്റുള്ളവരോട് യാചിക്കാനുള്ള ഇരക്കാനുള്ള മാസമായി അതിനെ തിരഞ്ഞെടുത്ത ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നാം ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. റമദാനിനെ അവർ എല്ലാ വീടുകളിലും കയറി അവർ യാചിക്കുകയാണ്, ഇരക്കുകയാണ്. ആവശ്യമില്ലാഞ്ഞിട്ടും വെറുതെ ഇങ്ങനെ യാചിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ വലിയ ശിക്ഷയാണ് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ട ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ നാം കണ്ടെത്തി അവരെ നാം സഹായിക്കുകയാണ് വേണ്ടത്. അവരെ യാചനയിലേക്ക് തള്ളിവിടാതിരിക്കുവാൻ നാമും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, നിർബന്ധമായ കാര്യങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. റമദാനിൽ നിർബന്ധമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നാമത്തേത് നോമ്പാണ്. അതുപോലെ നമസ്കാരമാണ്, ഫർദ് നമസ്കാരങ്ങളാണ്. നാം മുമ്പ് പറഞ്ഞതുപോലെ സുബഹ് നമസ്കരിക്കാത്തവൻ, സുബഹ് ജമാഅത്തിന് വരാത്തവൻ, അതല്ലെങ്കിൽ ളുഹ്റും അസ്റും ഒക്കെ ഉറങ്ങിത്തീർത്തവൻ, അവൻ നോമ്പ് തുറക്ക് സജീവമായി പള്ളിയിലുണ്ടാകും. അതല്ലെങ്കിൽ ഇശാഇന് പങ്കെടുക്കാത്തവൻ അവൻ തറാവീഹിന്റെ സമയത്ത് പള്ളിയിലുണ്ടാകും. ഇതൊരിക്കലും ശരിയല്ല. മറിച്ച് ഫർദായ കാര്യങ്ങൾ അതിലാണ് നീ കണിശത പാലിക്കേണ്ടത്. ആ ഫർദിന് ശേഷം ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങളിൽ നാം ധാരാളമായി മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പല ആളുകളും അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ചാണ്. ഫർദായ കാര്യങ്ങളിൽ റമദാനിൽ പോലും വീഴ്ചകൾ വരുത്തുകയും എന്നാൽ ഇത്തരത്തിലുള്ള നോമ്പ് തുറയും അതുപോലെയുള്ള ഭക്ഷണ കാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നതായി കാണാം. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി. അല്ലാഹു പറയുകയാണ്, ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് ചെയ്ത് എന്നിലേക്ക് ഒരു അടിമ അടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുപോലെ പണ്ഡിതന്മാർ അടുത്തതായി സൂചിപ്പിക്കുന്നു, റമദാനിൽ ഖുർആൻ ഓതുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഓതുമ്പോൾ അതൊരു ചടങ്ങായി തീർക്കുകയല്ല വേണ്ടത്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. അറബി അക്ഷരങ്ങൾ അതല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ നാം നിർബന്ധമായും പാലിക്കേണ്ട അതിന്റെ മര്യാദകൾ അതൊക്കെ നാം അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, കൈഫ കാനത് ഖിറാഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറയുകയാണ്,
കാനത് മദ്ദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടിക്കൊണ്ടായിരുന്നു പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. അഥവാ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. എന്നിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹം പറയുന്നു യമുദ്ദു ബിസ്മില്ലാഹ്. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന അവിടെ റസൂലുള്ളാഹി നീട്ടുമായിരുന്നു. വയമുദ്ദു ബി അർ റഹ്മാൻ. അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നീട്ടിക്കൊണ്ട് ഓതുമായിരുന്നു. വയമുദ്ദു ബിർ റഹീം. റഹീം എന്ന് പറയുമ്പോൾ അവിടെ നീട്ടിയാണ് റസൂലുള്ളാഹി പാരായണം ചെയ്തിരുന്നത്. അഥവാ ഖുർആൻ ഓതുമ്പോൾ നാം നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട മര്യാദകളുണ്ട്, ആദാബുകളുണ്ട്. അത് നാം പാലിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഖുർആനിന്റെ ഖതം തീർക്കണമെന്ന ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ഓതിയത് കൊണ്ട് കാര്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം. ഖുർആൻ ഓതുമ്പോൾ ഖിറാഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടും നാവും അത് ചലിപ്പിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ഖുർആൻ എടുത്ത് ഖുർആൻ ഇങ്ങനെ നോക്കുന്നത് കാണാം. അതിന് ഖിറാഅത്ത് എന്ന് പറയുകയില്ല. മറിച്ച് ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത് അത് നാവും ചുണ്ടും ചലിപ്പിച്ചുകൊണ്ട് ഓതേണ്ടതുണ്ട്. അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നമസ്കാരത്തിലുള്ള ദിക്റുകൾ, നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് അത് ഹൃദയം കൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ചാൽ പോരാ, മറിച്ച് നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടും നീ ചലിപ്പിച്ച് അത് പാരായണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ പക്കൽ അത് ഖുർആനിന്റെ പാരായണമായി അത് രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ, അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, ചില ആളുകൾ അവർ ധരിച്ചിരിക്കുന്നതും നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, സലാത്തു ദഅവാതിൻ മുസ്തജാബാതിൻ. 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്. അതിലൊന്നാമതായി റസൂലുള്ളാഹി പറയുന്നു ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നോമ്പുകാരൻ അവൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അത് നോമ്പ് തുറക്കുമ്പോഴായാലും അതല്ല അതിന്റെ മുൻപുള്ള സമയങ്ങളിലാണെങ്കിലും അവൻ എപ്പോഴും അവൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നോമ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ധാരാളമായി പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ അഹ്കാമുകൾ, നോമ്പിന്റെ വിധികൾ പറയുന്നതിന്റെ ഇടയിലാണ് അല്ലാഹു പറഞ്ഞത്, ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നോമ്പിന്റെ അഹ്കാമുകൾ, നോമ്പിന്റെ വിധികൾ പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, എന്നോട് സഹായം ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്തുകൊണ്ടാണ് നോമ്പിന്റെ അഹ്കാമുകൾ പറയുന്നതിന്റെ ഇടയിൽ ഈ ആയത്ത് പറയാനുള്ള കാരണം? നോമ്പും അതുപോലെ നോമ്പുകാരന്റെ പ്രാർത്ഥനയും അതങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പിന്റെ പകൽ സമയങ്ങളിൽ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ നാം തേടുകയും അള്ളാഹുവിനോട് അത് പറയുകയും ചെയ്യുക. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, റമദാനിലെ ഓരോ രാത്രികളിലും അതല്ലെങ്കിൽ റമദാനിന്റെ ഓരോ പത്തുകളിലും ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതിനായി അവർ തെളിവ് പറയുന്ന ഹദീസാകട്ടെ അത് ദുർബലമായ ഹദീസാണ്. അവർ പറയുന്നതായി കാണാം, റമദാനു അവ്വലുഹു റഹ്മത്തുൻ, റമദാനിന്റെ തുടക്കം അതിലെ ആദ്യത്തെ 10 അത് റഹ്മത്താണ്. വഔസതുഹു മഗ്ഫിറത്തുൻ, അതിന്റെ നടുവിലത്തെ 10 അത് മഗ്ഫിറത്താണ്, പാപമോചനമാണ്. വആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 അത് നരകമോചനമാണ് എന്ന് പറയുന്ന ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ 10ലും പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരെ കാണാം. ഇതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച കാര്യമല്ല. റമദാനിന്റെ എല്ലാ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. എല്ലാ രാത്രികളിലും അള്ളാഹു അവിടുന്ന് മഗ്ഫിറത്ത് ചെല്ലുന്നുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് റമദാനിൽ നമുക്ക് എല്ലാ രാത്രികളിലും ഈ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോൾ കൂടുതലായി നമുക്ക് ചേരാനുള്ള പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചതായി കാണാം. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, ഇത് റമദാനിലും അതല്ലാത്ത കാര്യങ്ങളിലും അല്ലാത്ത കാലത്തും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പള്ളികളിൽ വരുന്ന ആളുകൾ അവർ നമസ്കരിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക സ്ഥലങ്ങൾ പിടിച്ചു വെക്കുക, അത് മുൻകൂട്ടി പിടിച്ചു വെക്കുക എന്നുള്ളത് അതൊരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. പള്ളികളിൽ വരുന്നവർ അവർ ആദ്യം വരുന്നവർ ഒന്നാമത്തെ സഫിലാണ് നിൽക്കേണ്ടത്, പിന്നീട് വരുന്നവർ അതിന് പിറകിലായി നിൽക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ അവർ പള്ളിയിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു കസാര ഇട്ട് വെക്കും, അതല്ലെങ്കിൽ ഒരു ടവൽ ഇട്ട് വെക്കും. അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ഒരേ സ്ഥലത്ത് വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കിയ കാര്യമാണ്. അത് റമദാനിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ റമദാനിന്റെ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ അത് അനുവദനീയമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിലക്കിയ ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകമായി ഉണർത്തുകയാണ്. അവസാനമായി പറയാനുള്ളത്, ചില ആളുകൾ അവർ റമദാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി
ക്രൈസ്തവരായ ആളുകൾ അവർ സ്റ്റാറുകൾ തൂക്കുന്നത് പോലെ പല മുസ്ലിം നാടുകളിലും ഇന്ന് സ്റ്റാറുകൾ വന്നിട്ടുണ്ട്. അതിൽ റമദാൻ കരീം എന്ന് എഴുതിയിട്ടുണ്ട്, അതല്ലെങ്കിൽ റമദാൻ മുബാറക് എന്ന് എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റാറുകൾ തൂക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല. മറ്റുള്ള സമുദായങ്ങളുടെ അവരുടെ ആഘോഷങ്ങൾ അതല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങൾ അതൊരിക്കലും നമ്മൾ കടമെടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി സൂചിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും അകപ്പെടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച യഥാർത്ഥമായ സുന്നത്തിൽ അധിഷ്ഠിതമായി നോമ്പെടുക്കുവാനും ഇബാദത്തുകളിൽ മുന്നേറുവാനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.